നമ്മളിവിടെ വിളിച്ച മുദ്രാവാക്യം എന്താ? തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയക്കഞ്ഞി കുടിക്കില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ നിവർന്നു നിൽക്കുന്നതാണ് പറഞ്ഞത്. അടിമകളായിട്ട് ജീവിക്കൂല, അടിമകളായി ജീവിക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു ജന്മിവർഗത്തിനാ പ്രകോപിപ്പിച്ചിരുന്നത്. വിപ്ലവത്തിന് മുമ്പുള്ള ക്യൂബയുടെ ചിത്രം അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അടിമകളായിരുന്ന കരിമ്പ് കർഷകരായിരുന്ന എല്ലാ ചൂഷണത്തിനും വിധേയരായിട്ടുള്ള മനുഷ്യരായിരുന്നു ക്യൂബയിലെ മനുഷ്യർ. അവരാണ് അക്ഷരം പഠിച്ചത്, തൊഴിലിടങ്ങളിലേക്ക് വന്നത്, ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത്, വായനശാലകളുടെ ഭാഗമായിട്ട് മാറിയത്, എന്ന് വെച്ചാൽ ഉന്നത ശീർഷരായ മനുഷ്യരായിട്ട് മാറിയത്. അമേരിക്കയിലെ സ്റ്റേറ്റിൽ കോവിഡ് കാലത്ത് ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട 85% രോഗികളും മരിച്ചു. ക്യൂബയിൽ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട 85% ജനങ്ങളും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. താങ്കളിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യം, ഇപ്പം ഞാൻ രാജ്യത്തിൻ്റെ ചിലയിടങ്ങളിൽ പോയ സമയത്ത് അവിടെ നെയ്ത്തുശാലകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ നെയ്ത്തുശാലകളിലും ഇതുപോലെ തന്നെ ബീഡി തെറുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ അവിടെ ഇതുപോലെ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് ലോക വിവരങ്ങൾ മറ്റു തൊഴിലാളികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അതിനായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അങ്ങനെ കാണണമെന്നില്ല. അത് ഈ നാട്ടിലെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം ഉള്ളത് കൊണ്ടുകൂടിയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തെ എവിടെയെല്ലാമുള്ള ഇടതുപക്ഷ സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ആ ഇടതുപക്ഷ ആശയം ഉയർത്തുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. കേരളത്തിലെ തൊഴിലാളി വർഗത്തിൽ അത് കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ നമ്മൾ കാണുക ജോലിക്ക് വേണ്ടിയും കൂലിക്ക് വേണ്ടിയും യാചിക്കുന്ന ദുർബലരായ തൊഴിലാളി വർഗത്തെയാണ്. അതായത് കൂലി കൊടുക്കുന്നവരെ മുതലാളി എന്ന് വിളിക്കുന്ന, അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്ന, എല്ലാ തരത്തിലുമുള്ള ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന വിഭാഗത്തെയാണ് കാണാൻ വേണ്ടി പറ്റുക. കേരളത്തിൽ അത് കാണാൻ വേണ്ടി പറ്റില്ല. കേരളത്തിൽ ഒരു കാരണവശാലും കൂലിക്കോ തൊഴിലിനോ വേണ്ടി ആരുടെയും മുന്നിൽ ആത്മാഭിമാനം അടിയറ വെക്കുന്നവരായിട്ട് തൊഴിലാളികൾ മാറില്ല. അവർ വായിക്കുകയും അറിയുകയും അഭിപ്രായം പറയുകയും ആരുടെയെങ്കിലും മുന്നിൽ അടിമയായിട്ട് നിൽക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നാടാണ്. ഇപ്പൊ ലോകത്തെ എല്ലാ സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെയും ചരിത്രം നമുക്ക് ഇങ്ങനെയൊരു പ്രത്യേകത കാണാൻ വേണ്ടി പറ്റും. ഇപ്പോ അപ്പർ വോൾട്ട എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ, പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ. ഫിഡൽ കാസ്ട്രോയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു തോമസ് സങ്കാര എന്ന് പറയുന്ന വിപ്ലവകാരിയാണ്. അവിടെ വിപ്ലവം നടന്നത് 34-ാമത്തെ വയസ്സിൽ. ഫിഡൽ കാസ്ട്രോയെയാണ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഗുരുവായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കോമ്രേഡായിട്ടൊക്കെ കാണുന്നത്, ഒരു വഴികാട്ടിയായിട്ടൊക്കെ കാണുന്ന ഒരാളായിരുന്നു. തോമസ് സങ്കാരയെ കൊന്നുകളഞ്ഞു പിന്നീട് അട്ടിമറി നടത്തിയിട്ട്. കാരണം ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു ഈ അപ്പർ വോൾട്ട മുന്നേട്. പക്ഷെ ഈ അപ്പർ വോൾട്ടയുടെ പേര് മാറ്റുന്നുണ്ട് ഇദ്ദേഹം. അപ്പർ വോൾട്ടയിൽ ആദ്യം ഭൂപരിഷ്കരണം നടത്തുന്നു, സാക്ഷരതായജ്ഞം നടത്തുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ പേര് മാറ്റി ബുർക്കിന ഫാസോ എന്നാണ് ഇപ്പൊ ആ രാജ്യം അറിയപ്പെടുന്നത്. ബുർക്കിന ഫാസോ എന്നുള്ള പദത്തിന്റെ അർത്ഥം ദ ലാൻഡ് ഓഫ് അപ്രൈറ്റ് പീപ്പിൾ, ഉന്നത ശീർഷരായ മനുഷ്യരുടെ നാട്. നമ്മളിവിടെ വിളിച്ച മുദ്രാവാക്യം എന്താ? തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയക്കഞ്ഞി കുടിക്കില്ല. ഞങ്ങൾ നിവർന്നു നിൽക്കുന്നതാണ് പറഞ്ഞത്. അടിമകളായിട്ട് ജീവിക്കൂല, അടിമകളായി ജീവിക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു ജന്മിവർഗത്തിനാ പ്രകോപിപ്പിച്ചിരുന്നത്. ക്യൂബയിലെ തൊഴിലാളികൾ എങ്ങനെയായിരുന്നു? അങ്ങേയറ്റം ചൂഷണം ചെയ്യപ്പെട്ട ആളുകളായിരുന്നു. സോയ് ക്യൂബ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, 1964 ഇറങ്ങിയാണ്. വിപ്ലവത്തിന് മുമ്പുള്ള ക്യൂബയുടെ ചിത്രം അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അടിമകളായിരുന്ന കരിമ്പ് കർഷകരായിരുന്ന എല്ലാ ചൂഷണത്തിനും വിധേയരായിട്ടുള്ള മനുഷ്യരായിരുന്നു ക്യൂബയിലെ മനുഷ്യർ. അവരാണ് അക്ഷരം പഠിച്ചത്, തൊഴിലിടങ്ങളിലേക്ക് വന്നത്, ഭരണ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് മാറിയത്, വായനശാലകളുടെ ഭാഗമായിട്ട് മാറിയത്, എന്ന് വെച്ചാൽ ഉന്നത ശീർഷരായ മനുഷ്യരായിട്ട് മാറിയത്. നമുക്കറിയാം, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, തൊഴിൽ അന്തരീക്ഷം, അങ്ങനെ എല്ലാ മേഖലകളിലും എടുത്തു നോക്കിയാൽ ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു രാജ്യമാണ് ക്യൂബ. അങ്ങനെയുള്ളൊരു രാജ്യത്തെ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഇപ്പം അമേരിക്ക അടക്കമുള്ള മുതലാളിത്ത രാജ്യത്തിന് കീഴിലുള്ള പല മാധ്യമങ്ങളും ആ രീതിയിലല്ല ക്യൂബയെ ചിത്രീകരിക്കുന്നത്, ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്, ചിത്രീകരിക്കുന്നത്, ദൈനംദിനം ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആരാണ് ഈ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ താല്പര്യം മാധ്യമങ്ങളുടെ മൂലധനത്തിന്റെ താല്പര്യമാണ്. ഇന്ന് ലോകത്തെ 90%-ലധികം മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് ലോകത്തെ കോർപ്പറേറ്റുകളാണ്. അത് കേരളത്തിൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ അങ്ങനെയാണ്, ലോകത്തിൽ എല്ലായിടത്തും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ, അതിന്റെ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് മൂലധനമാണ്, മുതലാളിത്തമാണ്. ആ മുതലാളിത്തത്തിന്റെ താല്പര്യമാണ്
മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെടും. അവരൊരു കാരണവശാലും പിന്നെ ഇപ്പൊ സോഷ്യലിസത്തിന്റെ ബദൽ സാധ്യതകളെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പൊ വലിയ കള്ളക്കഥകൾ അതിനെതിരായിട്ട് പ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു വർഷത്തിലധികം നീണ്ടു നിന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, ഏകദേശം 10 ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത വലിയ കർഷക പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ സമീപകാല ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യം തകർന്നു എന്ന് ലോക മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ലല്ലോ. സമരത്തെ കുറിച്ച് ചെറിയ വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കാരണം തള്ളാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ശരിക്കും അതിന്റെ സമരത്തിന്റെ സത്യം എന്താ? ഇന്ത്യയിലെ ജനങ്ങൾ ഒരു വർഷത്തിലൊരു മുകളിൽ ഒരു തെരുവ് പിടിച്ചെടുത്ത്, ഒരു രാജ്യ തലസ്ഥാനത്തിന്റെ അതിർത്തികൾ മുഴുവൻ പിടിച്ചെടുത്ത് നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള ഒരു സമരം. ശരിക്കും ഇന്ത്യൻ ഭരണകൂടം രാജിവെക്കേണ്ടതല്ലേ അന്ന്? കാരണം നിങ്ങളല്ല ജനങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് ആ സമരം കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വാർത്ത കൊടുത്തില്ലല്ലോ. ക്യൂബയിൽ സ്വാഭാവികമാണ്, ക്യൂബയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് ഈ ഉപരോധം കാരണം. എനർജിയുടെ ഷോർട്ടേജ് ഉണ്ട് അവിടെ, ചിലപ്പം ഭക്ഷ്യ ഷോർട്ടേജ് തന്നെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള പ്രയാസം. അതുകൊണ്ടാണ് ഉപരോധം അവസാനിക്കണം, ഉപരോധിക്കരുത് എന്നുള്ളത്. അതൊരു യുദ്ധമാണ് എന്ന് പറയുന്നത്. അതൊരു യുദ്ധമാണ്, വെറും കേവല ഉപരോധമല്ല. ചിലയിടങ്ങളിൽ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാവും, ചിലയിടങ്ങളിൽ ജനങ്ങൾ ആ പ്രതിഷേധം കാണിക്കാറുണ്ട്. ആ പ്രതിഷേധത്തെ ക്യൂബ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ 1000 ആളുകളോ 2000 ആളുകളോ എവിടെയെങ്കിലും പ്രകടനം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഉടനെ അത് വലിയ വാർത്ത, ക്യൂബയിൽ ഇതാ തകർന്നടിയാൻ വേണ്ടി പോകുന്നു, ക്യൂബയിലെ സോഷ്യലിസം പരാജയപ്പെട്ടു വന്നു. കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അമേരിക്കയിൽ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീണത്. മുതലാളിത്തം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടക്കുന്ന നാടായിട്ട് ലോകം പട്ടിണിക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലാളിത്തം തകരുന്നു എന്ന് പറയുന്നില്ലല്ലോ. ലോകത്തെ അഭയാർത്ഥികളായ മുഴുവൻ മനുഷ്യരുടെയും എണ്ണം എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ 32ാമത്തെ രാജ്യമാകുന്നാണ് പറയുന്നത്. ഏത് രാജ്യങ്ങളിൽ നിന്നാണ് മനുഷ്യർക്ക് അഭയാർത്ഥികളായി പോകേണ്ടി വരുന്നത്? മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നാണ് പലപ്പോഴും ആളുകൾക്ക് അഭയാർത്ഥികളായിട്ട് പോകേണ്ടി വരുന്നത്. മുതലാളിത്തം തകർന്നു എന്ന് പറയുന്നില്ലല്ലോ. കോവിഡ് കാലത്ത് ക്യൂബയുടെ ജനസംഖ്യക്ക് തുല്യമായ ജനസംഖ്യയുള്ള അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആണ്, ആ സ്റ്റേറ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അമേരിക്കയിലൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റും ക്യൂബയിലെ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു താരതമ്യ കണക്ക് വന്നിരുന്നു. ആ കണക്കിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലെ സ്റ്റേറ്റിൽ കോവിഡ് കാലത്ത് ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട 85% രോഗികളും മരിച്ചു. ക്യൂബയിൽ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട 85% ജനങ്ങളും ജീവിതത്തിൽ തിരിച്ചു വന്നു. ഇത് 2 തരം ആരോഗ്യത്തിന്റെ അപ്രോച്ചിനെയാണ് ഇതിൽ കാണിക്കുന്നത്. എന്തേ മാധ്യമങ്ങൾ പറഞ്ഞില്ല അമേരിക്ക പരാജയമാണ്, ക്യൂബയാണ് വിജയം എന്നുള്ളത്? ക്യൂബയിലേക്ക് ഉപരോധം നടത്തി വാക്സിൻ കൊടുക്കാതിരുന്ന സമയത്ത് ക്യൂബ 5 വാക്സിൻ കണ്ടുപിടിച്ചു. 5 വാക്സിൻ, കോവിഡിനെതിരായിട്ടുള്ള 5 ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ച് തങ്ങളുടെ മുഴുവൻ ജനങ്ങളെയും വാക്സിനേറ്റ് ചെയ്ത നാടിന്റെ പേരാണ് ക്യൂബ എന്നുള്ളത്. എന്ത് മാധ്യമങ്ങൾ പറയുന്നില്ല ലോകത്തിലെ ഏറ്റവും നല്ല ക്യൂബയാണ്? അതെ അതെ. ഇപ്പം ലോകത്ത് ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് വാക്സിൻ കണ്ടുപിടിച്ച കാര്യം താങ്കൾ പറഞ്ഞു. ആ സമയത്ത് തന്നെ ആഫ്രിക്കയിലെ ഒരു ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും ആദ്യം ക്യൂബ വാക്സിൻ കണ്ടെത്തിയിട്ടും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യമായി ക്യൂബ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം വാക്സിൻ തന്നിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യൂബ നൽകുന്ന മറുപടി, ഞങ്ങൾ വാക്സിൻ തന്ന് അതിൽ എന്തെങ്കിലും ഒരു പാർശ്വഫലം, സ്വാഭാവികമായിട്ടും ഒരാദ്യമായിട്ട് കണ്ടെത്തുന്ന ഒരു മരുന്നിന് സ്വാഭാവികമായിട്ടും പാർശ്വഫലം ഉണ്ടാവും. അങ്ങനെയുള്ള ഈ വാക്സിൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാർശ്വഫലം വന്നാൽ ഞങ്ങളെ ആദ്യം ആക്രമിക്കുന്നത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിരിക്കും, അമേരിക്ക ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എതിരെ കള്ളപ്രചാരണം നടത്തും, ആക്രമിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഒരു ജാഗ്രതയുടെ പുറത്താണ് ഞങ്ങളിത് തരാതിരുന്നതെന്നാണ് പറയുന്നത്. അതെ, ഇപ്പൊ കോവിഡിന്റെ കാലത്ത് ക്യൂബയില് സിറിഞ്ചിന്റെ ഷോർട്ടേജ് ഉണ്ടായി. കാരണം സിറിഞ്ചൊക്കെ പല രാജ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നില്ല, രാജ്യങ്ങളിൽ നിന്ന് കയറ്റി ഇറക്കുമതി ചെയ്യുന്നതാണ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും, ലോകത്തെ പലയിടങ്ങളിലും, അമേരിക്കയിൽ ഉൾപ്പെടെ. അമേരിക്കയിൽ മാസ്ക് ഇല്ലല്ലോ, മാസ്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്കൊക്കെ വരുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്ത എത്രയോ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇതൊന്നല്ല, ഇത്ര വലിയ രാജ്യമായിട്ട് പോലും. അപ്പോഴാണ് ഒരു കുഞ്ഞു രാജ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. സിറിഞ്ച് ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ, ഇനി സിറിഞ്ച് ലഭിക്കാത്ത സാഹചര്യം ഭാവിയിൽ വന്നാൽ തന്നെ കോവിഡിനെതിരായിട്ട് മൂക്കിലുറ്റിക്കുന്ന മരുന്ന് കണ്ടുപിടിച്ച നാടാണ്
ക്യൂബ. ഗർഭിണികൾക്ക്, പ്രായം ചെന്നവർക്ക്, ശ്വാസകോശ അസുഖങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകം വാക്സിൻ കണ്ടുപിടിച്ചാണ്. ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മറ്റ് രാജ്യങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ക്യൂബയുടെ ഉപരോധം അവസാനിക്കേണ്ടത്. ക്യൂബയുടെ മാത്രം ആവശ്യമല്ല, ക്യൂബക്ക് മുകളിലുള്ള ഉപരോധം. ക്യൂബ നേടിയെടുത്തിട്ടുള്ള ഈ നേട്ടങ്ങൾ ലോകത്തെ മനുഷ്യവംശത്തിനാകെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ക്യൂബക്ക് മുകളിലുള്ള ഈ ഉപരോധം അവസാനിക്കും. അത് ലോകത്തിന് വേണ്ടിയിട്ടാണ്, ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതിൽ ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കുട്ടികളുടെ കാര്യം എടുത്തു നോക്കിയാൽ ക്യൂബയുടെ ഒരു നയം എന്തെന്ന് വെച്ചാൽ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് പാലിച്ചു പോവാത്തൊരു ജനത, ഒരു നാട്, രാജ്യമുണ്ടെങ്കിൽ അത് ഭാവിയോട് കാട്ടുന്ന ക്രൂരതയായിരിക്കും, ക്രൂരന്മാരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളൊരു നയത്തിന് പുറത്താണ് ഈ വിദ്യാഭ്യാസവും കുട്ടികളെ സംരക്ഷിക്കുന്ന നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നതും കുട്ടികളെയാണ് അവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംരക്ഷിച്ച് പോരുന്നതും. നമ്മുടെ ഇന്ത്യൻ സാഹചര്യം എടുത്തു നോക്കിയാൽ എന്താണ് സ്ഥിതി? ബാലവേല, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട്. കൃത്യമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ വലിയൊരു അന്തരം ക്യൂബയുമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിലും ഇന്ത്യക്കുണ്ട്. തീർച്ചയായിട്ടും ലോകത്ത് പട്ടിണി കൊണ്ട് മരിക്കുന്ന 3 കുട്ടികളിൽ ഒരാൾ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യയിലെ വിളർച്ച ബാധിച്ച കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ ജനസംഖ്യൻ്റെ അത്രയും വരും ഇന്ത്യയിലെ വിളർച്ച ബാധിച്ച കുട്ടികളുടെ എണ്ണം എന്നുള്ളതാണ് കണക്ക്. ലോകത്തെ 127 പട്ടിണി രാജ്യങ്ങളിൽ 112ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്ന് വെച്ചാൽ ലോകത്തെ പട്ടിണി കിടക്കുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലെ ഫ്ലൈ ഓവറുകളുടെ താഴെയാണ് ഉള്ളത്. അല്ലെ, അമ്മമാരുടെ തേയിലത്തോട്ടങ്ങളിൽ പണിക്ക് പോകുന്ന അമ്മമാരുടെ ചുമലിൽ തുണിയിൽ കെട്ടിയിട്ട രൂപത്തിലാണുള്ളത്. അല്ലെങ്കിൽ പിച്ച യാചിച്ച് നിങ്ങളുടെ വാഹനങ്ങളുടെ പുറത്തു വരുന്ന, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് കൊണ്ട് തുടക്കാൻ വേണ്ടി വരുന്ന കുട്ടികളായിട്ടാണ് ഉള്ളത്. അതാണ് ഇന്ത്യയിലെ കുട്ടികൾ ബാല്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ക്യൂബയിൽ ഒരു കുട്ടി പോലും സ്കൂളിൽ പോകാതിരിക്കുന്നില്ല. ഒരു കുട്ടിക്കും 2 തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള, ഒരേ പരിഗണനയുള്ള, ഒരേ യൂണിഫോമുള്ള, ഒരേ പഠന സാഹചര്യങ്ങളുള്ള സ്കൂളുകളാണ് എല്ലായിടത്തും. ഭിക്ഷ യാചിക്കുകയോ മറ്റ് ബാലവേല ചെയ്യുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. തെരുവിൽ കിടന്നുറങ്ങുകയോ പട്ടിണി കിടക്കുകയോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ വന്നിട്ട് ഇങ്ങനെ പിറകുന്ന് പിടിച്ചു വലിക്കുകയോ ചെയ്യുന്ന കുട്ടികളെ അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. മറ്റൊന്ന്, അടുത്ത് ക്യൂബയിൽ പാസ്സാക്കിയിട്ടുള്ള കുടുംബ കോഡുണ്ട്, കുടുംബ നിയമം പരിഷ്കരിച്ചു. ആ നിയമത്തിനനുസരിച്ചിട്ടും കുറെ കാലമായിട്ടും പറയുന്നതും ഈ നിയമത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നതും കുട്ടികൾ എന്നുള്ളത് കുടുംബത്തിലെ പൂർണ്ണ പൗരരായി തന്നെ കണക്കാക്കപ്പെടണം. അവർക്കും മുകളിലുള്ള ഒരു തരത്തിലുള്ള ഹിംസയും പാടില്ല. അവർക്ക് എല്ലാ സംരക്ഷണവും നൽകണം എന്നുള്ള അത് നിയമപരമായ ഒന്നാക്കിയിട്ടാണ് ക്യൂബയില് മാറ്റുന്നത്. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പനാമ സ്കൂൾ, അത് ശാരീരികമായും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടും പരിമിതികളുള്ള, വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള സ്കൂളായിരുന്നു. ആ കുട്ടികളെ 2ാം തരം കുട്ടികളായിട്ടല്ല അവിടെ കണക്കാക്കുന്നത്. 240 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 140 സ്റ്റാഫ് ഉണ്ട്. അതായത് അവർക്ക് എല്ലാ തരത്തിലും ഉള്ള സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നു. കുട്ടികളാണ് സമ്പത്ത്. നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന കാലം ഒരു വർഷത്തിനിടയിൽ 25,000-ത്തിലധികം കുഞ്ഞുങ്ങൾ പലസ്തീനിൽ മരിച്ചു വീണു. ആ കാലത്ത് നിന്നിട്ടാണ് നമ്മളിത് ഈ പ്രയാസങ്ങൾക്കിടയിലും കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്ന മറ്റൊരു മാതൃകയുള്ളത്. നമ്മൾ ആരുടെ കൂടെ നിൽക്കും? എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു, എത്ര ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചു. അതിനേക്കാൾ കൂടുതൽ കുട്ടികളാണ് ഭക്ഷണം കിട്ടാതെ ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കിട്ടുന്നില്ല, മുലപ്പാല് കിട്ടുന്നില്ല, അമ്മമാരില്ല. ബാല്യത്തെ തകർക്കുന്ന ക്യൂബ, ബാല്യത്തെ തകർക്കുന്ന ഇസ്രായേൽ, ബാല്യത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന അമേരിക്ക, ബാല്യമാണ് സമ്പത്ത് എന്ന് പ്രഖ്യാപിക്കുന്ന ക്യൂബ. അതെ, താങ്കൾ ക്യൂബയിൽ ചെന്നപ്പോൾ അത്ഭുതം കൊണ്ട ഒരു സംഗതിയുണ്ട്. ഇത്രയേറെ ചെഗുവേരയും ഫിദൽ കാസ്ട്രോയെയും നെഞ്ചേറ്റുന്ന ഒരു ജനത, അങ്ങനെയുള്ളൊരു ജനതയാണ് ആ ക്യൂബൻ ജനത എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഫിദൽ കാസ്ട്രോയുടെയോ ചെഗുവേരയുടെയോ പ്രതിമകളോ മറ്റോ കാണാൻ കഴിയില്ല. പക്ഷേ പുറമെ അവരുടെ ആശയം നന്നായിട്ട് നെഞ്ചേറ്റുന്ന ഒരു ജനതയാണ്. അത് കൃത്യമായിട്ട് മുറുകെ പിടിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടുള്ള മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, രവീന്ദ്രനാഥ് ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയുള്ള ആളുകളുടെ എത്രയോ പ്രതിമകൾ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ കാണാൻ കഴിയും. പക്ഷേ അവരുടെ ഒരു ആശയം കൃത്യമായിട്ട്
നെഞ്ചേറ്റാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അങ്ങനെ നെഞ്ചേറ്റാത്ത കുറേയധികം ജനവിഭാഗം നമ്മുടെ നാട്ടിൽ ഉണ്ട് താനും. അതെ, ഇപ്പോൾ മുമ്പ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാർത്തകളിലൊന്ന് അവിടുത്തെ പ്രതിമ രാഷ്ട്രീയമായിരുന്നല്ലോ. അതെ അതെ, മായാവതിയുടെ പ്രതിമ, അതുപോലെ അംബേദ്കറിന്റെ പ്രതിമ എല്ലായിടങ്ങളും. പക്ഷെ അംബേദ്കറുടെ രാഷ്ട്രീയം ആശയം എവിടെയുണ്ട്? അതുകൊണ്ടാണ് അംബേദ്കറിനെ ഒരു പ്രതിമയാക്കി വെച്ചിരിക്കുകയാണ്. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയെ പ്രതിമയാക്കി വെച്ചിട്ടില്ല. ഫിഡൽ കാസ്ട്രോ ഒരു ആശയമായിട്ട് ജനങ്ങൾക്കുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫിഡൽ കാസ്ട്രോ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിഡൽ കാസ്ട്രോയുടെ പ്രതിമ കാണാനേ ഇല്ല, എവിടെയും കാണാനില്ല. പക്ഷെ ഒരേ ഒരു സ്മാരകം മാത്രമാണ് ഫിഡൽ കാസ്ട്രോയുടെ പേരിൽ ഉള്ളത്. പക്ഷേ ഫിഡൽ കാസ്ട്രോയുടെ ആശയം ജനങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ട് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു ആശയത്തെ എങ്ങനെയാണ് ജൈവികമായി മനുഷ്യരുടെ തലച്ചോറിലേക്ക് പകർത്തിവിടാൻ വേണ്ടി പറ്റുക, പുതിയ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകത. അല്ലാതെ പ്രകടനപരതയേ അല്ല. മറ്റൊന്ന്, അവിടുത്തെ സോഷ്യലിസത്തെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് പരിചയപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നില്ല ഹോസെ മാർട്ടി എന്ന് പറയുന്ന ക്യൂബയുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1895 അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. ഒരു സമരമുഖത്താണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം മാർക്സിനെ കുറിച്ചിട്ടൊക്കെ എഴുതുന്നുണ്ട്. മാർക്സ് മർദ്ദിതരായ മനുഷ്യരുടെ കൂടെ നിന്ന മനുഷ്യനാണ് എന്നൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല ക്യൂബയിൽ. ഇല്ല. ആ ഹോസെ മാർട്ടിയാണ് ഇവിടുത്തെ ദേശീയ ഹീറോ ആയി മാറേണ്ടത് എന്നാണ് വിപ്ലവ ക്യൂബ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ? അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണോ അല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഏത് പക്ഷത്ത് നിലകൊള്ളുന്നു എന്നുള്ളതും അതിനെ എങ്ങനെ ആ സമൂഹത്തിന്റെ വികാസവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കേരളത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ, അയ്യങ്കാളിയെ എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആഘോഷിക്കുന്നതും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും? കാരണം അതിന്റെ ചരിത്രപരമായ പ്രത്യേകതയെ സമൂഹത്തിന്റെ വികാസവുമായിട്ട് ചേർത്ത് വെക്കാനും അതിന് ഗുണകരമായ തരത്തിൽ ഉപയോഗിക്കാനും വേണ്ടി പറ്റുക എന്നുള്ളിടത്താണ് ആ ചരിത്രത്തിന്റെ എല്ലാ നന്മകളെയും നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടത്. അങ്ങനെയാണ് സോഷ്യലിസം വളരെ. അല്ലാണ്ട് സോഷ്യലിസത്തിന്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ചരിത്രമല്ല. പൊരുതുന്ന മനുഷ്യ ചരിത്രത്തിന്റെ ആകെ ചരിത്രം സോഷ്യലിസത്തിന്റെ ചരിത്രം. അതിന്റെ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നു, അതിന്റെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ചരിത്രത്തെ ഇങ്ങനെയാണ് കാണുന്നത്. ചരിത്രത്തിന്റെ എല്ലാ നന്മകൾ, ഒരു സമൂഹത്തിന്റെ എല്ലാ തിളക്കമുള്ള അധ്യായങ്ങളെ, സമരങ്ങളെ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു നാടാണ് ക്യൂബ. മനുഷ്യർ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു നാടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ക്യൂബ. അവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർലമെന്റിന് മുൻപാകെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാം. ഏത് വിദേശിക്ക് വേണമെങ്കിലും സധൈര്യം സുഗമമായിട്ട് സഞ്ചരിക്കാവുന്നതാണ്, നടന്ന് കാണാവുന്നതാണ്. ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ വന്നിട്ട് നമ്മളെ ഇറക്കി വിടുകയോ അല്ലെങ്കിൽ കടത്താതിരിക്കുകയോ ചെയ്യില്ല. പക്ഷേ നമ്മൾ അതിർത്തിയിൽ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ക്യൂബ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ജനങ്ങൾ അത്രയേറെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു നാടായിട്ട് പോലും ആ രീതിയിലേക്കല്ല ക്യൂബയെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. നിങ്ങൾക്കിപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ല ഇസ്രായേലിന്റെ എംബസിയിലേക്ക് പോകാൻ വേണ്ടി, ഞങ്ങളിപ്പോൾ ഡൽഹിയിലാണല്ലോ ഭൂരിപക്ഷ സമയം ഉള്ളത്. ഇസ്രായേലിൽ ഒരു എംബസിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. അമേരിക്കൻ എംബസിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. വളരെ പ്രയാസമാണ്. പക്ഷെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഒരു അയൽ വീട്ടിൽ പോകുന്നത് പോലെ ചെന്ന് കയറാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ് ക്യൂബയുടെ എംബസി. പലസ്തീന്റെ എംബസി അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അങ്ങനെയാണ് അതിനെ അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. ഇപ്പൊ ക്യൂബയിൽ പോയാൽ പോലീസ് വാഴ്ച നമുക്ക് കാണാനേ സാധിക്കില്ല. പോലീസുകാരെല്ലായിടത്തും ഉണ്ട്, അതിൽ സ്ത്രീകളുണ്ട്. പക്ഷേ ഒരിക്കലും പോലീസുകാർ നിങ്ങൾക്ക് മുകളിൽ ഞങ്ങളുടെ ഒരു ആധിപത്യമുണ്ട്, ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ എന്നുള്ളൊരു ബോധം ഉണ്ടാക്കില്ല. വളരെ മാന്യമായിട്ടാണ് പെരുമാറുക. യാത്രക്കാരെ ഒരു തരത്തിലും അവർ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ നിൽക്കില്ല. എന്തെങ്കിലും രേഖയോ മറ്റോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും നമുക്ക് ഉണ്ടാക്കില്ല. അവർ കരുതുന്നത് തൊഴിലാളികളെ പോലെ, അധ്യാപകരെ പോലെ, ഡോക്ടർമാരെ പോലെ ക്യൂബൻ വിപ്ലവത്തിനെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുന്നവരും. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് പറയാൻ വേണ്ടി പറ്റും. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ക്യൂബയെ വാഴ്ത്തുന്നവരോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നുമല്ല അവിടെ ഉള്ളവർ. അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം പറയുന്നതിൽ ഒരു മടിയും പ്രയാസവും ആ ക്യൂബയിൽ ഇല്ല. നമുക്ക് മുതലാളിത്ത ലോകത്തിൽ ചിന്തിക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന ഒരു നാട്ടിൽ നിന്നിട്ടാണ് ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ ഒരു പ്രയാസവും ഇല്ലാത്ത ജനങ്ങൾ ജീവിക്കുന്ന ഒരു ക്യൂബയെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്.
മനസ്സിലായി. സായിബാബ 10 വർഷം ജയിലിലടക്കപ്പെട്ടു ഇന്ത്യയിൽ. അദ്ദേഹത്തെ ശരിക്കും ഇന്ത്യൻ ഭരണകൂടം കൊന്നു കളഞ്ഞതാണല്ലോ. 10 വർഷത്തിന് ശേഷം തെളിവില്ലാതെ പുറത്തു വന്നു. പക്ഷെ ആ പീഡനത്തിന്റെ ഭാഗമായിട്ട് രോഗം പിടിച്ചിട്ടാണ് അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് മരിക്കുന്നത്. ആ നാടാണ് ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കട്ട് ചെയ്ത നാടിന്റെ പേരാണ് ഇന്ത്യ എന്നുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ അവിടെയാണ് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ക്യൂബയിലുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആരും അവിടെ തടയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ വാഴവേ മനിതർ പുസ്തകം വായിച്ചാൽ നമ്മുടെ ആ നാട് സന്ദർശിച്ചപ്പോഴുള്ള ഒരു അനുഭവം നമുക്കുണ്ടാവും. ഇത് കൂടുതൽ വായനക്കാരിലേക്ക്, ക്യൂബ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് താങ്കൾക്ക് എന്തൊക്കെയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി പറയാനുള്ളത്? ഈ പുസ്തകം വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം പുറത്ത് ഈ പുസ്തകം ഒന്ന് എൻ്റെ ക്യൂബൻ യാത്ര സാധ്യമാകാൻ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, സഖാക്കൾ, സുഹൃത്തുക്കൾ, ക്യൂബയെ സ്നേഹിക്കുന്നവർ, അവരോടെല്ലാമുള്ള എൻ്റെ ഒരു കർത്തവ്യം കൂടിയാണ് ഈ പുസ്തകം. മറ്റൊന്ന്, ക്യൂബയോടുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ പുസ്തകം. ക്യൂബയെക്കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക, ക്യൂബൻ ഐക്യദാർഢ്യ പരിപാടികൾ എല്ലായിടങ്ങളിലും നടത്തുക. ക്യൂബ എന്നാൽ നമ്മൾ കൂടിയാണ്, ക്യൂബ നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യം കൂടിയാണ് എന്ന സന്ദേശം പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക. അതിന് ഏതെങ്കിലും തരത്തിൽ ഈ പുസ്തകം സഹായകമാകുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, ശരി, വളരെ നന്ദി. താങ്ക് യു.